Watch full episodes on Jio Hotstar. വലിയേട്ടാ, ഇന്ന് ഒരുപാട് കറങ്ങിയതല്ലേ, അതുകൊണ്ടായിരിക്കണം ഭയങ്കര വിശപ്പ്. ഇവിടെ എവിടെയെങ്കിലും നല്ല ഇന്ത്യൻ ഹോട്ടൽ ഉണ്ടോന്ന് നോക്കൂ. മോട്ടു വേഗം വാ, ഇത് നോക്ക്. പൊളിച്ചേ, അവസാനം നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറന്റ് കണ്ടുപിടിച്ചേ. ഇന്ത്യൻ റെസ്റ്റോറന്റ് ജസ്റ്റ് ഫോർ 50 യൂറോ. ഒരു ചോറ്, വയറ് നിറച്ച ആഹാരം. പൊളിച്ചേ. ചേട്ടാ, വേഗത്തിൽ എല്ലാവർക്കും ഒരു പ്ലേറ്റ് ചോറ് കൊണ്ടുവരൂ. ശരി, ഉടനെ തന്നെ കൊണ്ടുവരാം. കൊള്ളാൻ വലിയേട്ടാ, നല്ല രസമുണ്ട്. ഇനി റൊട്ടി കൊണ്ടുവരൂ. വേഗം ആവട്ടെ. നന്നായിട്ടുണ്ട്. ഇനി കുറച്ച് ചോറ് കൊണ്ടുവരാവോ? കൊള്ളാലോ ചേട്ടാ, റൈത്തി ഉണ്ടല്ലോ. കൊണ്ടുവരൂ കൊണ്ടുവരൂ, കുറച്ചുകൂടെ ഒഴിച്ചോളൂ. എന്റെ മോട്ടു, നീ എന്താ ഇങ്ങനെ കാണിക്കുന്നേ? മനുഷ്യന്മാര് കഴിക്കുന്നത് പോലെ കഴിക്ക്. എന്റെ പത്ലു, ഭക്ഷണം കഴിക്കാൻ എന്തിനാണ് നാണിക്കുന്നത്? വയറ് നിറയുന്നത് വരെ കഴിക്കണ്ടേ? 50 രൂപയുടെ ചോറല്ലേ, അതുകൊണ്ട് നാണിച്ചിരിക്കാതെ വലിച്ചു വാരി വിഴുങ്ങിക്കോ. ഇനിയും കൊണ്ടുവരൂ, ഇനിയും കൊണ്ടുവരൂ, കൊണ്ടുവരൂ. എന്റെ ജോലി പോയെന്നാ തോന്നണേ. വേഗം. ഇങ്ങനെയാണെങ്കിൽ ഇയാൾ ഇവിടുത്തെ റേഷൻ മുഴുവൻ തീർത്ത് കളയുമല്ലോ. അങ്ങോട്ട് പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ആരും ഇങ്ങനെ പോളിംഗ് ചെയ്യുന്ന പാർട്ടി ഞാൻ ഇതുവരെ കണ്ടിട്ടേ. സാർ, നിങ്ങൾക്ക് ഭക്ഷണം വിളമ്പി ഞങ്ങളുടെ വെയിറ്റേഴ്സിന്റെ കൈയും കാലിലൊക്കെ തളർന്നിരിക്കുക. സോറി, ഇനി ഞങ്ങൾക്ക് നിങ്ങൾക്കായിട്ട് ഭക്ഷണം സെർവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് സാർ. എന്ത്, ഇതൊരു തരം ആളെ വടിയാക്കുന്ന പണിയായി പോയി കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ തരുമില്ലെങ്കിൽ പിന്നെ താനെന്തിനാണ് റെസ്റ്റോറന്റ് പുറത്തൊരു ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത്? ആ ബോർഡ് മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നിന്നെ പോലുള്ള തീറ്റിപ്പണ്ടാരങ്ങൾക്ക് വേണ്ടിയല്ല. പേയ്മെന്റ് ചെയ്യ്, എന്നിട്ട് ഇറങ്ങി വിടുന്ന ഉടനെ. Go down. എടോ, ഗോഡൌൺ താൻ ആരെയാ പറഞ്ഞത്? ഇതുവരെയായിട്ട് എന്റെ വയറ് നിറഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെയാണോ കാശ് തരാ? ശരി, പോയില്ലെങ്കിൽ പറഞ്ഞു വിടുന്നതായിരിക്കും. അതെ, നിങ്ങൾ രണ്ടുപേരും കൊടുത്ത് വന്നേ. ഇയാളെ ഒന്നും മര്യാദക്ക് പാക്ക് ചെയ്ത് വെളിയിലേക്ക് വിട്ടേ. ഓയ് മോട്ടോ, എന്റെ ചങ്ക, എന്റെ ബ്രോ, ആ മാനേജരെ നമുക്ക് എങ്ങനെയെങ്കിലും നിയമത്തിന്റെ മുന്നിൽ എത്തിച്ചേ മതിയാവൂ ചങ്ക്. ഓ എന്റെ ഹത്തിപ്പാറ അമ്മച്ചിയെ, ചിങ്കം സാറിന്റെ കാര്യം ഞാനങ്ങ് മറന്നു പോയി കേട്ടോ. ഹലോ ചിങ്കം സാറേ, ഇവിടുത്തെ റെസ്റ്റോറന്റില് വേഗം വരൂ. ഓക്കെ പത്രു, ഞാനിതാ വരുന്നു. The Chingam has arrived. This is my friend's bike. Wife here. When Chingam is here, എന്നോടൊപ്പം വരൂ. Hey manager, manager, manager. എവിടെ പോയി ഹോട്ടൽ മാനേജർ? വിളിക്കുവല്ലേ? ദേ അവിടെയുണ്ട്, അങ്ങോട്ട് നോക്കൂ. Hey manager. Hey, the name is Chingam. Inspector Chingam. തന്റെ മീതൊരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് വയറ് നിറച്ച ആഹാരം തരാമെന്ന് നിങ്ങൾ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷെ പകുതി പ്ലേറ്റ് നിറയുമ്പോൾ ഇവിടെ ആഹാരമില്ല എന്ന് പറയുന്നു. It is wrong. Yeah, you are under arrest. അത് ശരി, അപ്പൊ ഈ പട്ടിണി പണ്ടാരങ്ങള് ഇപ്പൊ പോലീസിനെ കൂട്ടിയാണ് വന്നിരിക്കുന്നത്. ഇൻസ്പെക്ടർ സാർ, നിങ്ങളെ കണ്ടിട്ട് ഇവിടുത്തെ ഇൻസ്പെക്ടർ ആയിട്ട് തോന്നില്ലല്ലോ.
ഒരു കാര്യം പറയൂ, നിങ്ങൾ ഏത് നാട്ടിലെ ഇൻസ്പെക്ടറാണ്? I am from the famous city, ഫുർഫുറെ നഗർ. അങ്ങനെയാണ് നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്റെ അമ്മോ, നിനക്ക് ഇത്ര ധൈര്യമോ? നീ എന്നെയാണോ നിയമം പഠിപ്പിക്കുന്നത്? ഇൻസ്പെക്ടർ ചിങ്കത്തിനോട് നീ പുറത്തു പോകാൻ പറയുന്നു. ഇൻസ്പെക്ടർ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിള്. അറിയാമല്ലോ, എംപോസിബിള്. Angry! Bangry! എന്റെ അമ്മ. പത്തുലു, അവനെ ഒരു പാഠം പഠിപ്പിക്കാന്ന് വെച്ചാ അത് ഫെയിലായി പോയി. വേഗം എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ ഇത് കേൾക്ക്. ബല്ലേ, 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 ബല്ലേ. Let's go. Yeah. വരൂ, സ്വാഗതം. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, വേഗം ഞങ്ങൾക്ക് നല്ല രുചിയുള്ള റൊട്ടിയൊക്കെ എടുത്തു വെച്ചോ. ഓ, തീർച്ചയായിട്ടും. ആ, വെരി ഗുഡ്, താങ്ക് യു. ഇനി കൊണ്ടുവരൂ, ഇനി കൊണ്ടുവരൂ, കൊണ്ടുവരൂ. വേഗം കൊണ്ടുവരൂ. ഇതൊക്കെ വീണ്ടും വീണ്ടും കൊണ്ടുവരൂ. കണ്ടില്ലേ തീർന്നു പോകുന്നത്. കൊണ്ടുവരൂ. അല്ല, നീ എന്തിനാ വീണ്ടും വീണ്ടും വരുന്നത്? അത് അങ്ങനെ ഇങ്ങ് തന്നേക്കൂ. ഇനിയിപ്പൊ ഇത് ഏത് പുതിയ ചെകുത്താനാ? ബോസ്, ബോസ്, ഇദ്ദേഹം നെയ് മുഴുവൻ കുടിച്ചു കളഞ്ഞു. Angry! Bangry! മോട്ടു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോട്ടു? ഇപ്പോഴും തറ മാത്രമല്ലേ ക്രാക്കായുള്ളൂ. ഞാൻ ആ മാനേജറിനെ ക്രാക്കാക്കുന്നത് കണ്ടോ? ആകാശവും ഭൂമിയിൽ ഒന്നായാലും ശരി, ഞാൻ ഈ റെസ്റ്റോറന്റിൽ നിന്നും ഒരു പ്ലേറ്റ് ഭക്ഷണം കഴിച്ചിട്ടേ പോവുള്ളൂ. ഇദ്ദേഹം ചെയ്തത് വളരെ തെറ്റാണ്. ഇദ്ദേഹത്തിന് ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങള് പറയണത് വളരെയധികം സത്യമാണ്. ഈ റെസ്റ്റോറന്റിന്റെ മാനേജർ ഇങ്ങനെയൊക്കെയുള്ള കള്ളത്തരങ്ങൾ കാണിക്കാറുണ്ട്. ഈ മാനേജർക്കെതിരെ വളരെയധികം കംപ്ലൈന്റ്സും വന്നിട്ടുണ്ട്. ഡോണ്ട് വറി, ഞാൻ നിങ്ങളുടെ കൂടെ വരാം. നിങ്ങളുടെ ജോലി? ഞാനാണ് ഫുഡ് ഇൻസ്പെക്ടർ ജാക്ക്. പൊളിച്ചേ. ഇനി ആ മാനേജറിനെ ഞാൻ വയറ് നിറച്ച് കൊടുക്കുന്നതായിരിക്കും. വരൂ, നമുക്ക് പോയി കഴിച്ചിട്ട് വരാനേ. വരൂ കൂട്ടുകാരെ. നിങ്ങൾ പിന്നെ വന്നോ? കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യം മറന്നുപോയോ? നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ കൂടെ ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഇത് നോക്കൂ, എന്റെ കാർഡ്. ഇനി മിണ്ടാണ്ട് ഇവരുടെ വയറ് നിറയുന്നണം വരെ ഇവർക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുക. ജോലിക്കാരോട് പറ, മനസ്സിലായോ? സോറി 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 സർ. നിങ്ങളെല്ലാരും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചോളൂ. ഇരിക്കുന്നേ. സോറി. കൊണ്ടുവരൂ, ഇനിയും കൊണ്ടുവരൂ. നല്ലോണം കഴിച്ചോ മോട്ടു? കൊണ്ടുവരൂ, കൊണ്ടുവരൂ, കൊണ്ടുവരൂ. ഇനിയും കൊണ്ടുവരുന്നേ, വേഗത്തില്. നല്ല സ്വാദുള്ള ഭക്ഷണം. അടിപൊളി. അങ്ങനെ കഴിക്കും മോട്ടു. ഇനിയും കൊണ്ടുവരൂ. ഇന്ത്യൻ റെസ്റ്റോറന്റ്. വേഗത്തിൽ കൊണ്ടുവരൂ. കൊണ്ടുവരൂ. ഇട്ടോളൂ, ഇട്ടോളൂ, വേഗത്തിൽ ഇട്ടോളൂ. സാർ, അരി പോലും ഇല്ല. പച്ചക്കറികളെല്ലാം തീർന്നു പോയി. ബോസ്, പാചകം ചെയ്യാൻ കിച്ചണിൽ ഒന്നും തന്നെ ഇല്ല. നിർത്തു. ഞാൻ എല്ലാവരോടും സോറി പറയണു. ഇപ്പോഴാണെങ്കിൽ കിച്ചണിന്റെ സാധനങ്ങളൊക്കെ തീർന്നു പോയി.
കിച്ചണിലെ സാധനം തീർന്നു പോയെങ്കിൽ പുറത്തു പോയി മേടിച്ചോണ്ട് വാ. എന്നാ ഞാൻ ഇവിടുന്ന് വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ടേ എഴുന്നേക്കൂ. പ്ലീസ് എന്നെ വെറുതെ വിടൂ. ഭക്ഷണം കഴിക്കുന്നത് നിർത്തൂ, അല്ലെങ്കിൽ ഞാനൊരു പാപ്പരായി പോവും. ഇനി ഇത് ആവർത്തിക്കുവോ നീ? ഞങ്ങൾക്ക് വാക്ക് തരണം, ഇനി ഒരിക്കലും ജനങ്ങളെ നീ ഇതുപോലെ വിഡ്ഢികളാക്കില്ലെന്ന്. വാക്ക് തരുന്നു. പക്ഷെ ഒരു കാര്യം മാത്രം എന്നോട് പറയൂ, നിങ്ങൾ ഇത്രയും ഭക്ഷണം എങ്ങനെയാ കഴിച്ചു തീർത്തേ? ഓ അതാണോ? അതിന് കാരണം എന്റെ വലിയേട്ടൻ സയന്റിസ്റ്റിന്റെ ഗുളികയല്ലേ? ആ പിന്നെ എന്റെ ജിഗിരി ദോസ്ത് പത്ലുവിന്റെ ഐഡിയയും. ഞാൻ ആഹാരത്തിന് മുമ്പ് ഈ ഗുളിക എടുത്തങ്ങ് കഴിച്ചു. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഭക്ഷണം കഴിക്കാൻ പറ്റിയത്. അല്ലാതെ എന്റെ വയറ് വലുതായിട്ടൊന്നുമല്ല മാഷേ. എന്റെ അമ്മോ, മോട്ടുപത്രു ശരിക്കുള്ള ഫോമിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറ്റവാളിക്ക് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് എംപോസിബിള്. അറിയാമല്ലോ, എംപോസിബിള്. വിടൂല ഞാൻ, വെറുതെ വിടൂല ഞാൻ. ഒരു കൊതുകിനെങ്ങനെയാ സംസാരിക്കാൻ പറ്റുന്നത്? നിങ്ങളെ കണ്ട നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു. Will you help me? മതി, ഇനി നീ കരയരുത് എന്റെ കൂട്ടുകാരാ. ഞാൻ നിന്നെ തീർച്ചയായും സഹായിക്കും. Gracias. എനിക്ക് ചെറിയൊരു കുടുംബം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ 2 ശത്രുക്കൾ അവരെ ഫിനിഷ് ചെയ്തു. അവര് കരഞ്ഞോണ്ട് കൈകൂപ്പി വെറുതെ വിടുന്ന് ചോദിച്ചു. പക്ഷെ അവരവരോട് ദയ കാട്ടിയില്ല. മതിയാക്കൂ, എനിക്ക് നിന്റെ കഥ കേൾക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യോ? അവർ രണ്ടുപേരും എന്നെക്കാളും ഭയങ്കരമായിട്ട് പവർഫുൾ ആണ്. നിങ്ങൾ അവരെ ഫിനിഷ് ചെയ്യൂ, അല്ലെങ്കിൽ എനിക്ക് ഒരേ ഒരു ഡോക്ടറേ ഉള്ളൂ. അവളെ കൂടെ അവർ ഫിനിഷ് ചെയ്ത് കളയും. അതിന്റെ ശത്രുവും കൊതുക് തന്നെ ആയിരിക്കണം. അത് എത്ര വലിയ ശക്തിശാലിയായാലും ഞാൻ അതിനൊരു പാഠം പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, ഞാൻ നിന്നെ സഹായിക്കുന്നതാണ്. ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായ പത്ലുവിനെ എത്രമാത്രം നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്ന്. അദ്ദേഹത്തിന്റെ പേരിൽ നിങ്ങൾ സത്യം ചെയ്യണം, നിങ്ങൾ എന്റെ ശത്രുക്കളെ തീർത്ത് കളയുന്നു. പ്ലീസ്. കൊതുക് സുഹൃത്തെ, ഞാൻ എന്റെ കൂട്ടുകാരൻ പത്ലുവിന്റെ പേരിൽ ആണയിട്ട് പറയുകയാണ്. ഞാൻ നിന്റെ ശത്രുക്കളെയൊക്കെ നശിപ്പിക്കുന്നതായിരിക്കും. പത്ലുവിനെ കൂടെ കൊണ്ടുപോയേക്കാം. എന്റെ മോട്ടു മറ്റുള്ളവരെ സഹായിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കണ്ടേ, എങ്ങനെയാണ് ഇത് തീർക്കാൻ പറ്റാന്ന്? ഞാൻ അവരെ രണ്ടുപേരെയും സ്വയം അഭിസംബോധന ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഒരാളാണ് ഡോക്ടർ ജഡ്ക, മറ്റേ ആള് ഘസീട്ട റാം. അദ്ദേഹം ഞങ്ങളുടെ കൂട്ടുകാരനാണ്. എന്റെ പത്ലു ഞാൻ അറിയാതെ വാക്ക് കൊടുത്തു പോയി. ഇനി എന്താ ചെയ്യാ? എനിക്ക് എങ്ങനെയാ എന്റെ കൂട്ടുകാരെ ഇല്ലാതാക്കാൻ പറ്റുക? പത്ലു, ഞാൻ നിന്റെ പേരിലാണ് ആണയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി എനിക്കോ എന്റെ വാക്കിനോ വല്ല ഭംഗവും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല പത്ലു. അത് ശരി, അപ്പൊ അവര് നിങ്ങളുടെ ഫ്രണ്ട്സ് ആണല്ലേ? ഐ ആം അലോൺ ഇൻ ദിസ് ബിഗ് വേൾഡ്. ഞാൻ വിചാരിച്ചത് പോലുമല്ല നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ ആണയിട്ട് ഇതുപോലെ സത്യം പറയുന്നത്. ബൈ ബൈ. റൈറ്റ് ബെഡറിയ എന്ന് വെച്ചാൽ ഗുഡ് ബൈ. ഇല്ല, ഞാൻ നിന്നോട് ഒരിക്കലും ഗുഡ് ബൈ പറയില്ല. റൈറ്റ് ബെഡറിയ, ഞാൻ എന്റെ വാക്ക് തീർച്ചയായും പാലിക്കുന്നതായിരിക്കും. വരൂ കൊതുക് കൂട്ടുകാരാ, വരൂ. മോട്ടു, ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, ഈ കാര്യം നിനക്കറിയോ? ഈ പഴയ ഓഡിറ്റോറിയത്തില് 10,000 പേർക്ക് ഒറ്റയടിക്ക് ഇരിക്കാൻ പറ്റുമെന്നേ. കണ്ടില്ലേ? നോക്ക് കസീട്ട്. വലിയേട്ടാ, ഒരു കൊതുകിന്റെ ഫാമിലി മുഴുവനും ആരോ ഇല്ലാതാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കൊതുകിന് വാക്ക് കൊടുത്തിരിക്കുന്നു. തീർച്ചയായും അതിന് ഞാൻ പകരം ചോദിച്ചിരിക്കുമെന്ന്. ഞാൻ പത്ലുവിന്റെ പേരിലാണ് ആണയിട്ടിരിക്കുന്നത്.
പക്ഷെ ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് എന്താണ് ചെയ്യേണ്ടത്? ഓയ് മോട്ടു എന്റെ ചങ്കെ ബ്രോ, ഇനി നീ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നീ വാക്ക് പാലിക്കേണ്ടതാണ്. അത് മാത്രമല്ല, നീ പത്ലുവിന്റെ തലയില് സത്യവും ചെയ്തതാണ്. പറഞ്ഞത് വളരെ ശരിയാണ്. കൂട്ടുകാരന്റെ മീതെ സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നമുക്കെല്ലാവർക്കും നിറവേറ്റി കൊടുക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? എന്റെ ഡോക്ടർ ജഡ്ക ഗസീറ്റാറാമേ, വെറുതെ മോട്ടുവിനെ ഓരോന്ന് പറഞ്ഞ് പറ്റിക്കാൻ നോക്കുകയാണോ നിങ്ങൾ രണ്ടുപേരും? പത്ലു, നീ പുറകിൽ നിന്നാൽ മതി. കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചോളാം. വലിയേട്ടാ, അവരൊക്കെ ഭയങ്കര പവർഫുൾ ആണ്. എന്റെ പ്രൊട്ടക്ഷന് വേണ്ടി എനിക്ക് എന്തെങ്കിലും നൽകിയാലും. നിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഞാൻ പ്രത്യേകിച്ചൊന്നും കരുതിയിട്ടില്ല. പക്ഷെ അത്യാവശ്യം വരികയാണെങ്കിൽ ഇതാ ഈ സൂട്ട് ധരിച്ചോളൂ. താങ്ക് യു വലിയേട്ടാ, താങ്ക് യു വെരി മച്ച്. ഇനി എനിക്ക് ഒരു ജോലി കൂടെ ബാക്കിയുണ്ട്. എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും കൊല്ലേണ്ടതുണ്ട്. അവിടെ നിൽക്കൂ. വേഗം രക്ഷപ്പെടാം. മോട്ടു ജോണായിരിക്കട്ടോ, നീ ജോൺ തന്നെയായിരിക്കട്ടോ. സയന്റിസ്റ്റിന് കൊടുക്കാനുള്ള വൈറസ് എന്റെ കയ്യിൽ കുടുങ്ങിയിട്ടുണ്ട്. മോട്ടവരും അവന്റെ സംഘത്തിനും ഇതൊരു നല്ല പാഠമായി തീരും. ഇനിയുള്ള കാര്യങ്ങൾ എനിക്ക് എളുപ്പമായി. ബോസ്, സത്യത്തിൽ എന്ത് നല്ല കവിതയായത്. നമ്മളെ കുടുങ്ങിയെന്ന് തോന്നുന്നത്. എന്നെ മുറുക്കം പിടിച്ചോ. നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. മോട്ടു, നീ ആ കയലിൽ നിന്ന് വിട്. മോട്ടു, പോയി മോട്ടു, എന്റെ ചങ്ക കാലേന്ന് വിട്. മോട്ടു, നീ എന്റെ ഒപ്പം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും സാധിച്ചെടുക്കാൻ കഴിയും. ഇപ്പൊ അവനെ വിട്ടേക്ക്. ഇപ്പൊ അവനെ വിടാനാ പറഞ്ഞത്. ഇല്ല ഇല്ല പത്ലു, കൊടുത്ത വാക്കിൽ നിന്നും ഞാൻ ഒരിക്കലും പിന്മാറില്ല. വിട് മോട്ടു, അവനോട് ക്ഷമിക്ക്. മോട്ടു, ഓയ് ചിങ്കം സാറേ, ഞങ്ങൾ എങ്ങനെങ്കിലും ഒന്ന് രക്ഷിക്കണേ. മോട്ടു ഞങ്ങളെ Hey, why fear when Chingam is here? ചിങ്ങത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. ഞാനിത് മുഴുവൻ പറഞ്ഞിട്ടില്ല. എന്റെ അമ്മ. പത്ലു ആദ്യം മോട്ടുവാണ് ഇങ്ങനെ ക്രാഷ് ലാൻഡിംഗ് ചെയ്യാറുള്ളത്. ഇപ്പൊ നീയും തുടങ്ങിയിരിക്കുന്നു അല്ലേ? ചിങ്കം സാറേ, വേഗം എഴുന്നേൽക്ക്. അവിടെ ഭയങ്കര അടിയാണ്. നിങ്ങള് വേഗം ബൈക്ക് എടുക്ക്. Come on, let's go. ചവിട്ടി പിടിക്ക്. എന്റെ അമ്മ. രക്ഷപ്പെട്ടു. ഓയ് മോട്ടു ചങ്കേ, നിനക്ക് സൂട്ട് തന്ന ഞാനാ. ആ കാര്യം മറക്കണ്ട. എന്നാലും നിന്റെ കൂട്ടുകാരോട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഞങ്ങളോട് ക്ഷമിക്കണ ചങ്കേ. ഞാൻ പത്ലുവിന്റെ പേരിലാണ് ആണയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ വാക്ക് പാലിച്ചേ പറ്റൂ. ചിങ്കം സാറേ നിൽക്ക്. ദേ അങ്ങോട്ട് നോക്ക്. ആ ക്യാബിലെ ജോൺ പോകുന്നു. വൈറസ് ഉള്ള റോബോട്ടിനെ വെച്ച് ഇപ്പൊ ബോട്ടവും സംഘവും വിദേശത്തേക്ക് കടക്കാൻ പോവുകയാണ്. അവിടെ വെച്ച് അവര് പിടിക്കപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ ജീവിതകാലം മുഴുവൻ ഗോതമ്പുണ്ട കഴിച്ച് അവിടെ കിടന്നോളും. ശിഷ്ടകാലം ജയിൽവാസം തന്നെ. കണ്ടില്ലേ, ജോൺ ഇവിടെ തന്നെയുണ്ട്. എനിക്ക് തോന്നുന്നത് അവന്റെ വക്രബുദ്ധിയിൽ തന്ന എന്തോ പണിയാണത്. മോട്ടുവിനോട് എത്രയും പെട്ടെന്ന് പോയി പറയണം, ജോണിന്റെ വലയിലാണ് നീ കുടുങ്ങിയിരിക്കുന്നതെന്ന്. എന്നാൽ അത് ഇപ്പോഴല്ല. ഞാൻ വെറുതെ വിടൂല. ഞാൻ കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചിരിക്കും.
പത്തലുവിന്റെ പേരിലാണ് ആണയിട്ടിരിക്കുന്നത്. നിങ്ങളെ ഒരു കൈ നോക്കിയിട്ട് തന്നെ കാര്യം. മോട്ടു പൊളിച്ചെടുത്തല്ലോ. മോട്ടു, നീ ഞങ്ങളോട് ക്ഷമിക്കണം. മാപ്പ് പറയാണ്. പോയി മോട്ടു എന്റെ ചങ്ക്, എന്തായാലും നിന്റെ കൂട്ടുകാരോട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ? നീ എന്തൊരു മനുഷ്യനാ മോട്ടു. മോട്ടു അവരെ വിട്ടേക്ക്. ഇതിന്റെയൊക്കെ പിന്നിൽ ആ ജോണിന്റെ വക്രബുദ്ധി തന്നെയാണ്. കേൾക്ക്. മനസ്സിലായോ? മോട്ടു, ഇതാ നിന്റെ കൂട്ടുകാരനായ കൊതുക്. സോറി, ഇനിയിപ്പൊ അവന്റെ ചിറകൊന്നും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഇവൻ പറക്കാൻ പോകുന്നത്? അല്ല, ശരിക്കും ഇതൊരു റോബോട്ടിക് കൊതുകാണല്ലോ. കൊതുകിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ്. ഇനിയിപ്പോ വേഗം ജോണിന്റെ കാര്യത്തിലും കൂടി ഒരു തീരുമാനം എടുക്കണം. ഇല്ല, ഇവന്മാരുടെ ഒക്കെ വക്രബുദ്ധി കാരണം എനിക്കിട്ട് എന്ത് പണിയാണല്ലോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നു മോട്ടു, എന്നോട് ക്ഷമിക്കണം. പോയി ചങ്ക, നീ അങ്ങനെ ഒന്നും ക്ഷമ ചോദിക്കണ്ട. എന്റെ അടുത്ത് ഒരെണ്ണമൊന്നും അല്ല, ഒരുപാടുണ്ട്. ഇതാ കണ്ടോ. Watch India's largest kids library only on Jio Hotstar. Download the app now.